തതസ്ഥിര്യങ് മുഖോ നഗ്നാം അനുരീക്ഷണം ഗതാഗ്രജ ബാണശ്ചതാവൽ വിരഥ ഛിന്നധന്വ ആവിശൽപുരം വിദ്രാവിതേ ഭൂതഗണജുരസ്തു ത്രിശിരാസ്ത്രിപാൽ അഭ്യധാവദാശാരിഹം ദഹന്യവതിശോദിശ അഥ നാരായണോ ദേവസ്തം ദൃഷ്ട വിസൃജ്വരം മാഹേശ്വര വൈഷ്ണവശ്ച യുധാദേ ജുരാവുഭൗ മാഹേശ്വര സമാക്രന്ദൻ വൈഷ്ണവേന ബലാർദിത അലബ്ധ്വാ ഭയമന്യത്ര ഭീതോ മഹേശ്വരോജ്വര ശരണാർത്ഥി ഹൃഷീകേശൻ ദുഷ്ടാവ പ്രയതാഞ്ജലി ജ്വര ഉവാച നമാമിത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തി മാത്രം വിശ്വോൽപത്തിസ്ഥാന സംരോധഹേതും യത്തൽ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാവികാര തത്സംഘാതോ ബീജലോഹ പ്രവാഹസ്ത്വന്മായ ഈഷാ തന്നിഷേധം പ്രപദ്യേ നാനാഭാവൈർലീലയോപവന്നൈ ദേവാൻ സാധും ലോകസേതുൻ ബിഭർഷി ഹംസ്യുന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മയുധത്തെ ഭാരഹാരായ ഭൂമേ തപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേണ താവത്താപോദേഹിനാം തേ ഘ്രീമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ ശ്രീഭഗവാനുവാച ത്രിശിരസ്തേ പ്രസന്നോസ്മി വേദ്യതേ മജ്ജുരാൽഭയം യോ നൗ സ്മരതി സംവാദം തസ്യ ത്വന്ന ഭവേൽഭയം ഇത്യുക്തോച്യുതമാനമ്യഗതോ മാഹേശ്വരോജ്വരഃ ബാണസ്തുരഥമാരൂഢ പ്രാഗാദ്യോത്സഞ്ജനാർദ്ദനം തതോ ബാഹുസഹസ്രേണ നാനായുധധരോസുര മുമോജപരമക്രുധ്വബാണം ചക്രായുധേ നൃപ തസ്യാസ്യതോസ്ത്രാണ്യസകൃചക്രേണ ക്ഷുരനേമിന ചിച്ഛേദ ഭഗവാൻ ബാഹൂൻ ശാഖായു വനസ്പതേഃ ബാഹൂഷു ഛിദ്യമാനേഷു ബാണസ്യ ഭഗവാൻ ഭവഃ ഭക്താനുകമ്പി ഉപവ്രജ ചക്രായുധം അഭാഷത ശ്രീരുദ്ര ഉവാച ത്വം ഹി ബ്രഹ്മപരം ജ്യോതിഃ ഗൂഢം ബ്രഹ്മണി വാങ്മയേ യം പശ്യന്ത്യമലാത്മാനാകാശമിവ കേവലം നാഭിർനഭോഗ്നിർമുഖമംബുരേതോദ്യൗ ശീർഷമാശ ശ്രുതിരംഘ്രിരുർവി ചന്ദ്രോ മനോയസ്യ ദൃഗർക്ക ആത്മായഹം അഹം സമുദ്രോ ജഠരം ഭുജേന്ദ്രഃ രോമാണിയസ്യ ഔഷധയോംബുവാഹ ആകേശാവിരിഞ്ചോ ധിഷ്ണാ വിസർഗഃ പ്രജാപതിഹൃദയമസ്യ ധർമ്മഃ സവൈ ഭവാൻ പുരുഷോ ലോകകൽപ്പഃ തവാവതാരോയമകുണ്ഠധാമൻ ധർമ്മസ്യ ഉത്പത്തിയൈ ജഗതോ ഭവായ വയം ച സർവേ ഭവത അനുഭാവിതാ വിഭാവയാമോ ഭുവനാനി സപ്ത ത്വമേക ആദ്യപുരുഷോ അദ്വിതീയസ്തുര്യസ്തുദീർഘേതുരഹേതുരീശ പ്രതീയസേധാപി യഥാ വികാരം സ്വമായ സർവഗുണപ്രസിദ്ധിയൈ യഥൈവ സൂര്യപിഹിതഛായയാ സ്വയാഛായാം ച രൂപാണി ച സഞ്ജഗാസ്തി ഏവം ഗുണേനാഭിഹിതോ ഗുണാംസ്ത്വമാത്മപ്രദീപോ ഗുണിശ്ച ഭൂമൻ യന്മായാമോഹിതധിയഃ പുത്രദാരഗൃഹാദിഷു ഉന്മജ്ജന്തി നിമജ്ജന്തി പ്രസക്തവർജിനാർണവേ ദേവദത്തമിമം ലബ്ധ്വാ നൃലോകമജിതേന്ദ്രിയഃ യോ നാദ്രിയേത ത്വൽപാദൗ സശോച്യോ ഹ്യാൽപമഞ്ജകഃ യസ്ത്വാം വിസൃജതേ മർത്യ ആത്മാനം പ്രയമീശ്വരം വിപര്യേന്ദ്രിയാർത്ഥാർത്ഥവിഷമത്യമൃതം ത്യജൻ അഹം ബ്രഹ്മാധമുനയ വിബുധാമുനേശ്ചാമലാശയാഃ സർവാത്മന പ്രപന്നാസ്ത്വമാത്മാനം പ്രേഷ്ഠമീശ്വരം തം ദ്വാ ജഗൽസ്ഥിത്യുദയാന്തഹേതും സമം പ്രശാന്തം സുഹൃദാത്മദൈവം അനന്യമേകം ജഗദാത്മകേതം ഭവാപവർഗായ ഭജാമദേവം അയം മമേഷ്ടു അഭയം ദത്തം അമുഷ്യദേവ സമ്പാദ്യതാം തൽഭവത പ്രസാദോ യഥാഹിതേ ദൈത്യപദൗ പ്രസാദഃ ശ്രീഭഗവാനുവാച യഥാർത്ഥ ഭഗവം സ്തുന്നഹകരവാമ പ്രിയം തവ ഭവതോ യത് വ്യവസ്ഥിതം തന്മേ സാധ്വനുമോദിതം അവധ്യോയം മമാപ്യേഷ വൈരോചനി സുതോസുര പ്രഹ്ലാദായ വരോദത്തോ നമധ്യോ മേ തവാന്വയഃ ദർപ്പോപശമനായാസ്യ പ്രവൃക്കണബാഹവോ ഹതാ പ്രവൃക്കണാബാഹവോ മയ. ഭഗവാൻ കാമധേനുവാണ്, കൽപ്പവൃക്ഷമാണ്. ഇന്നതേ കിട്ടുന്നുള്ളില്ല. സ്മരതപാദകമലം, ഭഗവാനെ സ്മരിക്കുന്നവർക്ക് ആത്മാനമഭിയച്ഛതി, ഭഗവാനെ തന്നെ കൊടുക്കും ഭഗവാൻ. പിന്നെയാണോ കിന്നു അർത്ഥകാമാൻ, പിന്നെയാണോ കുറച്ച് സമ്പത്ത് തരാൻ ഭഗവാന് പ്രയാസം? അതുകൊണ്ട് ഇതാ അടുത്ത് ദ്വാരകയിൽ ഭഗവാനിപ്പോൾ കൃഷ്ണികളുടെ നേതാവായി തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്കൊക്കെ എല്ലാ അഭീഷ്ടങ്ങളും കൊടുത്തുകൊണ്ട് വാഴുന്നുണ്ടല്ലോ. അവിടെ നിന്നൊന്ന് ആ കൃഷ്ണനെ പോയി കണ്ടുകൂടെ എന്ന് ദാരിദ്ര്യം കൊണ്ട് അല്ലാതെ ക്ലേശിച്ച സമയത്ത് ഈ സീതാമാവിൻ്റെ പത്നി പറഞ്ഞു. കുചേലെന്ന് നാട്ടുകാരദ്ദേഹനെ വിളിച്ച പേരാണ്, കുചേലെന്നല്ല പേര്. പിന്നെ ശ്രീദാമ, സുദാമ. ദിവസം നമ്മളെ മാതിരി 3 നേരമൊക്കെ വസ്ത്രം മാറാൻ അതിനുള്ള കഴിവില്ലായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ പഴയ ഒരു വസ്ത്രം, പിന്നെ ആരെങ്കിലും പുതു കൊടുത്താലേ അതിന് മാറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വന്നത്. പക്ഷെ അദ്ദേഹം മനസ്സിന് ദാരിദ്ര്യം കേട്ടോ. ഈ ലോകത്തിൽ പല ആൾക്കാർക്കും കോടീശ്വരന്മാരവർ, പക്ഷേ മനസ്സാ ദരിദ്രന്മാരാ.
അപ്പോൾ ഒരാൾ ദരിദ്രനാണോ ധനികനാണോ എന്ന് തീരുമാനിക്കുന്ന എന്താ ഘടകം, എന്താ മാനദണ്ഡം? ആരാണോ എപ്പോഴും ഉള്ളിൽ തൃപ്തനായിരിക്കുന്നത് അയാളാണത്ര ഏറ്റവും വലിയ ധനികൻ. കോ ദരിദ്ര കോ ധനിക എന്നൊരു ചോദ്യം യക്ഷപ്രശ്നത്തിൽ. സമസ്ത തോഷ ധനിക, എപ്പോഴും സന്തുഷ്ടനായിരിക്കുന്ന ആളാണത്രേ ധനികൻ. ദരിദ്രനാരപ്പോൾ എത്ര കിട്ടിയാലും തൃപ്തിയില്ലാത്ത ആൾ, എത്ര കിട്ടിയാലും ഇത്രയേ ഉള്ളൂ, അങ്ങനെയാ, മുഖം തെളിയില്ല. മനസ്സിലായോ? പണത്ര കിട്ടിയാലും അധികാരത്ര കിട്ടിയാലും സുഖസൗകര്യങ്ങൾ എത്ര ഉണ്ടായാലും ഭോഗങ്ങൾ എത്ര ഉണ്ടായാലും എത്രയാലും മതി വരില്ല. ഇനിയും വേണം ഇനിയും വേണം എന്നുള്ളതായ മോഹം ആർക്കുണ്ടോ അവരാണത്രേ ദരിദ്രന്മാർ. ആ നിലയിൽ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ആര്? നമ്മുടെ കുചേലൻ. ആ ജിതേന്ദ്രിയനായി അനന്തസ്വരൂപനായ ഭഗവാനിൽ മനസ്സുറച്ച് പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് എപ്പോഴും കൃതാർത്ഥനായി കഴിയുന്ന ആ മഹാത്മാവ് ദരിദ്രനാവോ? ഏയ്. പത്നിക്ക് കഷ്ടമുണ്ടായിരുന്നു. പത്നിക്ക് ദാരിദ്ര്യം കൊണ്ട് എണീറ്റ് നിൽക്കാനൊക്കെ ബുദ്ധിമുട്ട്, ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ വീട്ടുവേല ചെയ്യാനൊക്കെ വളരെ കഷ്ടം തോന്നി. അതുകൊണ്ട് പറഞ്ഞു, ലക്ഷ്മി വല്ലഭനല്ലേ കൃഷ്ണൻ, ആ ഭഗവാന്റെ അടുത്ത് പോയാൽ എന്താ ഭഗവാൻ തരാണ്ടിരിക്കുക, അതുകൊണ്ട് ഒന്ന് ഭഗവാനെ പോയി കണ്ടിട്ട് വരൂ എന്നിങ്ങനെ ബഹുശ പ്രാർത്ഥിതോന്ന. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഈ ദേവി ആവശ്യപ്പെട്ടു. അതും വീട്ടിലത്തെ പ്രാരബ്ധം പറഞ്ഞ് ഭർത്താവിനെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കല്ല, മൃദു, വളരെ സ്വരം താഴ്ത്തി, എന്നാൽ ഇവിടുത്തെ ബുദ്ധിമുട്ട്, ഇവിടുത്തെ ഇല്ലായ്മ ഭർത്താവിനൊന്ന് അറിയിച്ചു. ഇത്രേ വേണ്ടു. അങ്ങ് ഒന്ന് ഭഗവാനെ പോയി കാണുക വേണ്ടു, ഒന്നും ചോദിക്കൊന്നും വേണ്ട, ഭഗവാൻ നമുക്ക് ഇങ്ങോട്ട് തരും. ഭഗവാനെ കണ്ടാൽ മതി. എന്താ ദാസ്യതി ദ്രവിണം ഭൂരി സീതതേ കുടുംബിനെ. അവിടെ നിന്നൊന്ന് ആ കൃഷ്ണനെ പോയി കണ്ട കൃഷ്ണൻ നമുക്ക് ധാരാളം സമ്പത്ത് തരും, നമ്മുടെ ദാരിദ്ര്യമൊക്കെ ഇല്ലാണ്ടാവും. ഇങ്ങനെ പല പ്രാവശ്യം പറഞ്ഞപ്പോൾ എങ്ങനെയാ കുചേലൻ അതെടുത്തത്? ഭഗവാനെ കണ്ടിട്ട് എത്ര കാലമായി, ഗുരുകുലത്തുനിന്ന് പോയതിന് ശേഷം കണ്ടിട്ടില്ല. ഹോ പരമപുരുഷനായ ആനന്ദമൂർത്തിയായ ആ കൃഷ്ണനെ കാണാലോ, ഹോ സന്തോഷം ദേവി, തീർച്ചയായിട്ടും ഞാൻ പോവാം. പക്ഷേ ഭഗവാനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഭഗവാന് കൊടുക്കണ്ടേ, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഭഗവാൻ കൊടുക്കാൻ തന്നയക്കണം എന്ന് പറഞ്ഞു. എന്താ തന്നയക്കുക? പറഞ്ഞു എന്തായാലും വിരോധമില്ല. ആ ദേവി അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ല. ചരിത്രമൊന്നും കാണാൻ പോകുമ്പോൾ ചുമ്മാ പോകാൻ പാടില്ല അത്രേ. ഈശ്വരനെയും ഈശ്വരതുല്യന്മാരായ ആൾക്കാരെയും കാണാൻ വെറുതും കയ്യാലെ പോയിക്കൂടാത്രേ നർത്തം. അച്ഛനമ്മമാരെ കാണാൻ മക്കൾ പോകുമ്പോൾ അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കൊണ്ടുവരണം. പ്രായമായ ആൾക്കാരെ കാണാൻ പോകുമ്പോൾ, കൊച്ചു കുട്ടികളുടെ വീട്ടിൽ പോകുമ്പോൾ, അവരൊക്കെ ഈശ്വരതുല്യന്മാരാണേ. സന്ത മഹാത്മാക്കളെ കാണാൻ പോകുമ്പോൾ, ഗുരുജനങ്ങളെ കാണാൻ പോകുമ്പോൾ, ഭഗവാനെ കാണാൻ നമ്മളിപ്പോൾ പോകണം അമ്പലത്തിലാണ് അല്ലേ, അമ്പലത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും മനസ്സിലായോ, ആ ഭഗവാൻ അവരുടെ പൂജയ്ക്ക് സഹായമായിട്ടുള്ള എന്തെങ്കിലും ഇങ്ങനെയൊക്കെ വേണമെന്നാണ് ശാസ്ത്രവിധി. രക്തഹസ്തേനമാഭൂയാൽ രാജാനം ഗുരു ദൈവതം. മഹാരാജാവിനെ കാണാൻ പോകുമ്പോൾ തിരുവൽ കാഴ്ച വയ്ക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ സാക്ഷാൽ സർവേശ്വരനല്ലേ അവിടെ നിന്ന്, എങ്ങനെ ഭഗവാനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ തരൂ? ഇത് കേൾക്കേണ്ട താമസം. ഭർത്താവ് ഭഗവാനെ കാണാൻ പോകാമെന്ന് പറഞ്ഞുല്ലോ, വളരെ സന്തോഷമായി കുചേലപത്നിക്ക്. എന്താ കാരണം? നമ്മുടെ ദാരിദ്ര്യം എന്നേക്കുമായി ഇല്ലാണ്ടാകാൻ പോകുന്നു, ഭഗവാൻ ഇല്ലാണ്ടാക്കും. ഈ ജീവിതത്തിൽ ഇതേവരെ ആരുടെ മുമ്പിൽ കൈനീട്ടി അയച്ചിട്ടില്ല അവർ. എതിർച്ഛയാ വർത്തമാനേന വർത്തമാനോ ഗൃഹാശ്രമീന. അന്നന്ന് എന്താ ഈശ്വര നിശ്ചയം അനുസരിച്ച് അവർക്ക് വന്നു ചേരുന്നത്, അതുകൊണ്ട് സന്തോഷമായി കഴിയുന്ന ഗൃഹസ്ഥാശ്രമികളായിരുന്നു. ആദ്യമായിട്ടും അവസാനമായിട്ടും ഉണ്ടായ ഒരു യാതന അത്. പിന്നെ ഭഗവാൻ അമ്മയ്ക്ക് യാചിക്കേണ്ടി വന്നിട്ടില്ല. അതും ആർക്ക് വേണ്ടി അയച്ചത്? അവർക്ക് വേണ്ടിയില്ല, ഭഗവാന് വേണ്ടി ഭഗവാന്റെ പേര് പറഞ്ഞു. 4 ഗൃഹങ്ങളിൽ പോയി പറഞ്ഞു, എൻ്റെ ഭർത്താവ് നാളെ ഭഗവാനെ കാണാൻ ദ്വാരയ്ക്ക് പോകുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് ഭഗവാൻ കൊടുത്തയക്കാൻ തരൂ. നോക്കൂ, 4 വീട്ടുകാരും എടുത്ത് കുറേശ്ശെ അവിലെടുത്ത് കൊടുത്തു. ഇതാരാ? ഈ ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള വസ്തു അത്ര അവിൽ. ആ അവിൽ 4 വീട്ടിലും കൊണ്ടുവച്ചതാരാ? ഓരോ 4 വീട്ടിൽ 4 സാധനം കിട്ടിയാൽ വെച്ചാലും ബുദ്ധിമുട്ടായില്ലേ? ആ യാജിത്വ ചതുരോ മുഷ്ഠീൻ പൃഥുകതണ്ടുലാൻ നാം. 4 പിടി അവിലാണ് ഓരോ 4 വീട്ടിൽ നിന്നായിട്ട് കിട്ടിയത്. അതിൽ ചേർക്കാൻ യാതൊരു മധുരപദാർത്ഥങ്ങളോ അതിൽ ഒരു വിശിഷ്ട വസ്തുക്കളോ അവിടെ ഇല്ല. അത്രയാണ് ദാരിദ്ര്യം അവിടെ. കുചേലപത്നിയുടെ ആ പഴയ പുടവയുടെ ഒരു കഷ്ണം മുറിച്ച് അതിലങ്ങോട്ട് പൊതിഞ്ഞു. ഇവിടുത്തെ ദാരിദ്ര്യവും കഷ്ടപ്പാടും അവിടെ നിന്ന് അറിയണ്ടല്ലോ.
അവിടുന്ന് സ്വീകരിക്കണമേ, സന്തോഷിക്കണമേ, ഞങ്ങളുടെ കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ അമ്മ ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ അറിയാണ്ടെങ്കിലും കണ്ണീന്ന് 2 തുള്ളി കണ്ണുനീര് താഴെ വീണുണ്ടാവും. അറിയാണ്ട് ഞാൻ അതിൽ വീണോന്നറിയില്ല. അല്ലെങ്കിൽ ഒന്നും ചേർക്കാത്ത ഈ അവലിന് എന്താ സ്വാദെന്ന് ഭഗവാൻ കഴിച്ചിട്ട് പറഞ്ഞത്. കൊതി തീരണില്ല, കൊതിയാവണം, ഇനിയും വാരി കഴിക്കാൻ തോന്നണമെന്നാണ് പറഞ്ഞത്. ഭക്തി കൊണ്ട് കുതിർന്ന അവിലാണതേ, അത് ഭർത്താവിൻ്റെ കൊടുത്തു. കുചേലൻ അതിനെയും സ്വീകരിച്ചുകൊണ്ട് ഇവിടുന്ന് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് യാത്രയാണ്. നാരായണ 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 രാധ ഗോവിന്ദ നാരായണ 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 രാധ ഗോവിന്ദ രാധ ഗോവിന്ദ. ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് കൃഷ്ണദർശനം എനിക്ക് സാധിക്കുമല്ലോ, കൃഷ്ണദർശനം എനിക്ക് സാധിക്കുമല്ലോ എന്നുള്ള വിചാരത്തോടുകൂടി ആ ഉത്തമശ്ലോകനായ ഭഗവാനെ കണ്ട് ഞാൻ കൃതാർത്ഥനാകുമല്ലോ എന്നുള്ള വിചാരത്തിൽ കുചേലൻ ഇവിടുന്ന് പുറപ്പെട്ടതേ അദ്ദേഹത്തിന് നിശ്ചയുള്ളൂ. വഴി നടന്നതൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് സ്ഥലകാല ബോധം വരുമ്പോണ്ട് ആരോ ചില ആൾക്കാർ അദ്ദേഹനെ കൂട്ടിയിട്ട് യാദവന്മാരൊക്കെ താമസിക്കുന്ന വലിയ വീടുകളൊക്കെ ആ പട്ടണത്തിൽ ചെന്നു. ദ്വാരകാപട്ടണത്തെത്തി. അവിടെ ഒരുപോലെയുള്ള 16,108 കൊട്ടാരമാണല്ലോ. അതിലൊരു കൊട്ടാരത്തിൻ്റെ മുമ്പിൽ ആരോ കൊണ്ടാക്കി. അതിൽ ആ ഗോപുരദ്വാരത്തിൽ അവിടെ നിൽക്കുക. ഇനിയിപ്പോൾ എവിടെയാണ് കൃഷ്ണൻ ഉണ്ടാവുക? ഒരേപോലെയുള്ള കൊട്ടാരങ്ങളുണ്ട്, ഇതിൽ ഏത് കൊട്ടാരത്തിലാണ് കൃഷ്ണൻ ഉണ്ടാവുക അറിയില്ലല്ലോ. ആരാണ് എന്നെ ആ കൃഷ്ണനെ കാണിച്ചു തരിക എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കൃഷ്ണസന്ദർശനം മഹ്യം കഥം സ്യാത്, ആ കൃഷ്ണദർശനം എനിക്ക് എങ്ങനെ സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഭഗവാൻ ഈ ഭക്തൻ അവിടുന്ന് പുറപ്പെടുമ്പോഴേക്കും ആ ഭക്തനെ വരവേൽക്കാൻ ദേഹം കൊണ്ടും മനസ്സുകൊണ്ടൊക്കെ തയ്യാറായിരിക്കുക.